മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മഞ്ചേശ്വരം മണ്ഡലത്തില് മത്സരം തീപാറിക്കൊണ്ടിരിക്കുകയാണ്. മരമൊണ്ണ സുഡാപ്പികൾ ഏതായാലും ഒരുപാട് തല്ല് വാങ്ങി 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 ഏറ്റവും ഒടുവിൽ ഇപ്പോ ഞങ്ങൾ ഒറ്റക്ക് മത്സരിക്കാണ്. മണ്ടന്മാർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മൂരികൾക്ക് എല്ലാ തവണയും വോട്ട് കൊടുക്കും. ഈ മുസ്ലിം ലീഗിന് എല്ലാ ഇലക്ഷൻ വരുമ്പോഴും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ വരുമ്പോ ഈ മണ്ടൻ ചുടാപ്പികള് വോട്ട് കൊടുക്കും, BJP-യെ പരാജയപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എല്ലാ തവണയും ഇതാണ് മണ്ടന്മാർ ചെയ്യാറുള്ളത്. എന്നാൽ ഒരു കാര്യം ഇപ്പോ സകല ചുടാപ്പികൾക്കും മഞ്ചേശ്വരത്തുള്ളവർക്ക് മനസ്സിലായി, എല്ലാ തവണയും ഈ പറയുന്ന മുസ്ലിം ലീഗ് ജയിക്കും. അപ്പൊ തുടങ്ങും ചുടാപ്പികൾക്ക് നേരെ അവര് ആക്രമണം നടത്തല്. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് സുഡാപ്പികളൊക്കെ രംഗത്തെത്തി. അവിടെ സുഡാപ്പികൾ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതാണെങ്കിൽ ഒന്നൊന്നര പണിയുമാണ് UDF-ന് വരാനും പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് AKM അഷ്റഫ്. ഇപ്പൊ SDPI നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ പേര് KM അഷ്റഫ്. ഇതും കാലം കാത്തു വെച്ചൊരു മറുപടിയാ. അതിനെ കുറച്ച് കണക്കുകളൊന്നെടുത്ത് മുന്നോട്ട് വെക്കാം. 2016 ഈ നിയോജക മണ്ഡലത്തിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മത്സരത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വെറും 89 വോട്ടിനാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടായിരുന്നത്. 2016 വെറും 89 വോട്ടിന്റെ ഭൂരിപക്ഷം. അന്ന് UDF അവിടെ ഒരു അപര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ അപര സ്ഥാനാർത്ഥിയുടെ പേര് എന്ന് പറയുന്നത് സുന്ദര K എന്നായിരുന്നു. ആ സുന്ദര K പിടിച്ച വോട്ട് എന്ന് പറയുന്നത്, അതായത് 400-ൽ പരം 467 വോട്ട് പിടിച്ച്, അതായത് 89 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലത്തിലെ K സുരേന്ദ്രന്റെ അപരനായിട്ട് UDF നിർത്തിയിട്ടുള്ള അപരൻ പിടിച്ചത് 467 വോട്ടാണ്. ഈ അപരൻ ഇല്ലായിരുന്നെങ്കിൽ 2016 തന്നെ K സുരേന്ദ്രന് മഞ്ചേശ്വരത്ത് MLA ആണ് എന്നുള്ളത് സകലരും ചിന്തിച്ചു നോക്കണം. മാത്രമല്ല 2021 എത്തുമ്പോഴും അന്നും K സുരേന്ദ്രൻ മത്സരിക്കുമ്പോ അന്ന് വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് 855 വോട്ടേ ഭൂരിപക്ഷമുള്ളൂ. അവിടെയും നിർത്തിയിട്ടുണ്ട് ഒരു അപരനെ, സുരേന്ദ്രൻ M എന്ന് പറഞ്ഞു. 197 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അപരനെ നിർത്തിയിട്ടാണ് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഈ പരാജയം പോലും BJP-യെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ UDF നിർത്തിയിട്ടേ ആ UDF കൂട്ടത്തിലെ തമ്മത്തല്ല് കാരണം സുഡാപ്പികൾ ഇപ്പൊ രംഗത്തെത്തിയിട്ട് ഒരു ഒന്നൊന്നര അപരനെ തന്നെ അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട്. സുഡാപ്പി ഈ പറയുന്ന SDPയുടെ സ്ഥാനാർത്ഥിയുടെ പേര് KM അഷ്റഫ്. ഈ UDF സ്ഥാനാർത്ഥിയുടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ പേര് AKM അഷ്റഫ്. ഏതായാലും അവരുടെ തമ്മ് തല്ലൊക്കെ ജോറായിട്ട് തന്നെ നടക്കട്ടെ. ഏതായാലും മരമണ്ണ തുടാപ്പികൾക്ക് ഈ തവണയെങ്കിലും സ്വന്തം മത്സരിക്കണോ? ഇത് ജയിച്ചു കഴിഞ്ഞാൽ അപ്പൊ മുസ്ലിം ലീഗുകാർ എടുത്തിട്ട് അലക്കല് തുടങ്ങും എന്നുള്ളത് ഒന്ന് ബോധം വെച്ചിട്ടുണ്ട് എന്നാ തോന്നുന്നത്. മരമൊണ്ണകൾക്ക് ഏതായാലും സ്വന്തം സ്ഥാനാർത്ഥിയൊക്കെ നിർത്താൻ ഇത്തവണ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ബുദ്ധി ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വവും അവരുടെ വോട്ടൊക്കെ എത്ര കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് മുന്നോട്ട് പോവാം. ഏതായാലും നമുക്കതൊക്കെ തന്നെ കാത്തിരിക്കാം. ഏതായാലും K സുരേന്ദ്രന് രണ്ടും കൽപ്പിച്ച് BJP രണ്ടും കൽപ്പിച്ചാണ് മഞ്ചേശ്വരത്ത് രംഗത്തിറങ്ങിയത്. താരപ്രചാരകരൊക്കെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നു. സുരേഷ് ഗോപി അവിടേക്ക് എത്തിയിരിക്കുന്നു. വലിയ പ്രചരണമാണ് മഞ്ചേശ്വരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ മഞ്ചേശ്വരത്ത് നടത്തിയ സമാനതകളില്ലാത്ത വികസനങ്ങളാണ് K സുരേന്ദ്രൻ ഉയർത്തിപ്പിടിക്കുന്നത്. നാഷണൽ ഹൈവേ ഉൾപ്പെടെ കൃത്യമായിട്ട് K സുരേന്ദ്രൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. BJP കൃത്യമായിട്ട് മഞ്ചേശ്വരത്തെ ഗ്രാമാന്തരങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ എത്തിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന മുസ്ലിം ലീഗ്, ഈ പറയുന്ന UDF, കോൺഗ്രസ്, ഈ പറയുന്ന SDPI, ഈ CPI, ഇവരൊക്കെ ഒരു ടീമല്ലേ? മഞ്ചേശ്വരത്തൊക്കെ എന്നോ BJP-യുടെ MLA ഉണ്ടാവേണ്ടതാ. ഈ പറയുന്ന SDPI, ഈ പറയുന്ന മുസ്ലിം ലീഗ്, ഈ പറയുന്ന കോൺഗ്രസ്, CPI, CPM, ജമാഅത്തെ ഇസ്ലാമി, മൽധനി, തീവ്രവാദി മൽധനിയുടെ പാർട്ടി പോലും ഇവരൊക്കെ ഒരു ടീമാ. ഇവരൊക്കെ ഒരു ഭാഗത്ത് K സുരേന്ദ്രനും BJP. എന്നിട്ട് പോലും 89 ഇവർക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ ഇത്തവണയും ഈ കൂട്ടുമുന്നണിക്കെതിരെ തന്നെയാ K സുരേന്ദ്രൻ അംഗത്തിനിറങ്ങിയത്.
ഇവിടെ ഒരുപാട് ആള് മാപ്രകൾക്ക് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചാടി വീഴുന്നുണ്ട് നാനാഭാഗത്തുനിന്നു. ഓ SDPI സ്ഥാനാർത്ഥി SDPI സ്ഥാനാർത്ഥി. ഒരു ടീമല്ലേ SDPI 150 സീറ്റിൽ മത്സരിക്കുന്നുണ്ടല്ലോ UDF. അപ്പോ മുന്നണിയിൽ അങ്ങ് എടുത്ത് കൊടുത്താൽ പോരെ? കുറെ കാലമായില്ലേ SDPI ഇങ്ങനെ വന്ന് മൂട്ട് താങ്ങി തന്ന് ഒരു ടീമായിട്ട് വോട്ടൊക്കെ ചെയ്ത് വിജയിക്കും. നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് ആദ്യം തുള്ളിയത് SDPI അല്ലേ. പിന്നെ മാനവും എന്തെങ്കിലും ഉളുപ്പുള്ള SDPIക്കാരുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഇവരെ UDF അടുപ്പിക്കുന്നില്ല. പക്ഷെ വോട്ട് വേണം, വോട്ട് എല്ലാ തവണയും കൊടുക്കൂ. ഉള്ളിൽ ഇരുട്ടുമുറിയിൽ മാത്രമേ ഇവർ കൂട്ടുകെട്ടുള്ളൂ. പുറത്തെത്തിയ സതീശ് പറയോ SDPI ഞങ്ങൾക്കൊപ്പല്ല. SDPI പക്ഷേ ഏത് ഇലക്ഷൻ വന്നാലും SDPIയുടെ വോട്ട് വാങ്ങണം. അപ്പൊ ഉളുപ്പുള്ള ഏതെങ്കിലും SDPI ഉണ്ടെങ്കിൽ ഇപ്പോ ഒരുമിച്ചൊക്കെ ഒറ്റക്കൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളതൊക്കെ തന്നെ കാത്തിരിക്കാം. ഏതായാലും തമ്മിൽ കൂട്ടുമുന്നണിയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏത് അണ്ണനും അടങ്ങോടനും ഒപ്പം വന്നാലും ഇത്തവണ ഏതായാലും മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് മഞ്ചേശ്വരത്ത് നിന്ന് വരുന്ന ഓരോ വിവരങ്ങൾ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. പ്രത്യേകിച്ച് ഇത്തവണയൊക്ക നമ്മുടെ തലസ്ഥാന നഗരി, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയില് BJP കോർപ്പറേഷൻ ഭരിക്കുമ്പോ അവിടേക്ക് എല്ലാ മതങ്ങളെയും കൂട്ടുപിടിച്ച് ആർക്കാണോ സഹായം ആവശ്യമുള്ളത്, ആർക്കാണോ വീടില്ലാത്തത്, അതിൽ മതം നോക്കുന്നില്ല. ഇവിടെ ഈ പറയുന്ന ഇപ്പൊ മഞ്ചേശ്വരത്തെ ഈ പറയുന്ന UDF മുസ്ലിം ലീഗ് ഒക്കെ സ്ഥിരമായിട്ട് BJP ജയിക്കും, വലിയ പ്രശ്നമാണോ എന്നാണല്ലോ പ്രചരിപ്പിക്കാറുള്ളത്. ഒരു പ്രശ്നമില്ല എന്നറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരും ഒറ്റക്കൊക്കെ മത്സരത്തിന് ഇപ്പോ ഇറങ്ങുന്നത്. കാരണം എന്താ, നമ്മുടെ തലസ്ഥാന നഗരിയിൽ വീടില്ലാത്ത ആളുകൾ കോർപ്പറേഷനിലേക്ക് എത്തുമ്പോ അവരെ മതം നോക്കുന്നില്ല, അവരുടെ ജാതി നോക്കുന്നില്ല, അവരുടെ വർണ്ണം നോക്കുന്നില്ല. മേയർ VV രാജേഷ് ഒരൊറ്റ പ്രഖ്യാപനം നടത്തിയത്, കോർപ്പറേഷൻ പരിധിയിൽ വീടില്ലാത്ത എല്ലാ ആളുകൾക്കും കോർപ്പറേഷൻ നേരിട്ട് വീട് വെച്ചു കൊടുക്കുമെന്ന്. ഇതൊക്കെ മഞ്ചേശ്വരത്തെ സാധാരണക്കാർ തിരിച്ചറിയില്ലേ? ഇത് കേരളത്തിൽ ഉടനീളമുള്ള സാധാരണക്കാർ തിരിച്ചറിയില്ലേ? അപ്പൊ ഇത്തവണ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ വലിയ രീതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അതിന്റെ കൃത്യമായ റിസൾട്ട്, അതായത് 2016 പോലും 89 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം UDF സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചത്. 2016 നിന്നൊക്കെ ഒരുപാട് രാഷ്ട്രീയ മാറ്റം നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞു. അതൊക്കെ ഇത്തവണ കൃത്യമായിട്ട് മഞ്ചേശ്വരത്തൊരു റിസൾട്ടിലേക്ക് എത്തും. ഏതണ്ടനും അടങ്ങോടനും ഒരുമിച്ചോ ഒറ്റക്കെട്ടായിട്ടോ ഒറ്റക്കൊറ്റക്കോ വന്നാലും ഒരു ഭാഗത്ത് സുരേന്ദ്രൻ ഉണ്ടാവും വിജയക്കൊടി പാറിക്കാൻ. അതിലൊന്നും ഒരു തർക്കവും ഒരാൾക്കും വേണ്ട.